തിരുവോണ ദിനത്തിൽ കണ്ണീർ വാർത്ത ചൂണ്ടൽ നിവാസികൾ. കാണിപ്പയ്യൂരിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് ചൂണ്ടൽ സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു. ആമ്പലൂർ കള്ളായി റോഡ് പുനർനിർമ്മാണം വൈകിപ്പിക്കുന്നത് ടോൾ കമ്പനിയെ സഹായിക്കാനെന്ന ആരോപണം. മന്ത്രി സി രവീന്ദ്രനാഥിന്റെ കോലം കത്തിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മഴക്കെടുതികളുടെ ആകുലതകൾ മറികടന്ന് മലയാളക്കര തിരുവോണം ആഘോഷിച്ചു. കണ്ണനൊപ്പം ഓണമുണ്ണാൻ ഗുരുഭവനപുരിയിലെത്തിയത് ആയിരങ്ങൾ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കാണിപ്പയ്യൂരിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. ചൂണ്ടൽ സ്വദേശികളായ തൊമ്മിൽ ഗിരീഷിന്റെ മകൻ 20 വയസ്സുള്ള സഗേഷ്, തണ്ടൽ ചെറിയത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 20 വയസ്സുള്ള അഭിജിത്ത് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2:30 കാണിപ്പയ്യൂരിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സ്കാനിയ ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ഇരുവരുടെയും ദേഹത്തിലൂടെ ബസ് കയറിയിറങ്ങി തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു. വിവരം അറിഞ്ഞെത്തിയ കുന്നംകുളം മാക്സ് പ്രവർത്തകരും പോലീസും ചേർന്നാണ് മൃതദേഹങ്ങൾ മാറ്റിയത്. സംഭവത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത മണലിയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികളായ 4 യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിസ്സാര പരിക്കേറ്റ യാത്രക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ദേശീയപാതയോരത്തെ സംരക്ഷണ തൂണുകൾ ഇടിച്ചു തെറിപ്പിച്ചാണ് കാർ മറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. സമീപത്തുള്ള മണ്ണെടുത്ത കുഴിയിലേക്ക് കാർ മറിയാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരി പാണാട്ടുപറമ്പിൽ നോയൽ, നീണ്ടൂർ വടനിപ്പറമ്പിൽ ഗോപി, മരത്തങ്കോട് മേലെപ്പറമ്പിൽ ദിവാകരൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പലൂർ കള്ളായി റോഡ് പുനർനിർമ്മാണം വൈകിപ്പിക്കുന്നത് ടോൾ കമ്പനിയെ സഹായിക്കാനെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കല്ലൂരിൽ സ്ഥലം എംഎൽഎ ആയ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ കോലം കത്തിച്ചു. 7, 17 വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇഴഞ്ഞു നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കാതെ കല്ലൂർ ഗ്രാമത്തെ ഒറ്റപ്പെടുത്തി റോഡുകൾ വെട്ടിപ്പൊളിച്ചും കൊട്ടിയടച്ചും ടോൾ കമ്പനിയെ സഹായിക്കാൻ മന്ത്രി ഉൾപ്പെടെയുള്ള അധികൃതർ ശ്രമിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. ഈ റോഡിലൂടെയാണ് ടോൾ ഒഴിവാക്കി വാഹനങ്ങൾ കടന്നുപോകുന്നത്. കല്ലൂർ പാലക്കപ്പറമ്പ് സെന്ററിൽ നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷനായി. എ നാരായണൻകുട്ടി, ജോഷി കല്ലൂക്കാരൻ, രാജൻ അവനാളി, വിൽസൺ ആറ്റുപുറം, പ്രജേഷ് കരുമത്തിൽ, സത്യൻ ചാലിൽ എന്നിവർ സംസാരിച്ചു. മഴക്കെടുതികളുടെ ആകുലതകൾ മറികടന്ന് മലയാളി തിരുവോണം ആഘോഷിച്ചു. ജാതിമത ഭേദമന്യേയുള്ള മലയാളിയുടെ സാംസ്കാരിക ഉത്സവമായാണ് ഏവരും തിരുവോണത്തെ വരവേറ്റത്. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ നന്മകൾ തിരികെ എത്തുന്ന സമത്വസുന്ദരമായ ഒരു ഓർമ്മയുടെ പേരുകൂടിയാണ് തിരുവോണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് മലയാളക്കര തിരുവോണം ആഘോഷിച്ചത്. പുതുവസ്ത്രങ്ങളണിഞ്ഞ് കുടുംബമൊന്നിച്ച് തൂശനിലയിൽ ഓണസദ്യ ഉണ്ടായിരുന്നു ഏവരും ഓണത്തെ അവിസ്മരണീയമാക്കിയത്. ഓണവിനോദങ്ങളും ഓണക്കളികളും നിറഞ്ഞ ദിനരാത്രങ്ങൾ കൂടിയാണ് ഈ ആഘോഷത്തെ സവിശേഷമാക്കിയത്. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന പഴമൊഴിയെ ഏറെക്കുറെ അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാനും തിരുവോണ സദ്യ ഉണ്ണാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു പ്രകടമായത്. ഉത്രാട നാളിൽ തന്നെ ഭക്തർ ക്ഷേത്ര പരിസരത്ത് തമ്പടിച്ചിരുന്നു. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും തിരക്കനുഭവപ്പെട്ടു. പുലർച്ചെ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ഭക്തരും ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. രാവിലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെ നടന്ന കാഴ്ചശീവേലിയിൽ ഗജരത്നം പത്മനാഭൻ കോലം എഴുന്നള്ളിച്ചു. അതിനുശേഷം തിരുവോണ സദ്യ ഒരുക്കി. പടിഞ്ഞാറേ നടയിൽ അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിൽ താൽക്കാലിക പന്തലിലുമായാണ് സദ്യ നടത്തിയത്. ഉത്രാടനാളിൽ കണ്ണിന് തിരുമുൽക്കാഴ്ച ലഭിച്ച പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ പഴപ്രഥമൻ, കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയായിരുന്നു വിഭവങ്ങൾ. 15,000-ലധികം ഭക്തർ തിരുവോണ സദ്യയിൽ പങ്കെടുത്തു. ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയോടെയായിരുന്നു ഉച്ചപൂജ. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി കുടക്കീഴിൽ ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കുന്നംകുളം മങ്ങാട് തലപ്പുള്ളി പരേതനായ നാരായണൻ മകൻ 31 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. 4 ദിവസം മുൻപ് എടപ്പാളിൽ പ്രവീൺ സഞ്ചരിച്ച ബൈക്കിൽ ലോറി ഇടിച്ചായിരുന്നു അപകടം.
തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. PSCയുടെ മുഴുവൻ പരീക്ഷകളും മാതൃഭാഷയിൽ കൂടി എഴുതാനുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായി തിരുവനന്തപുരം PSC ആസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിന് തിരുവോണനാളിൽ കൊടുങ്ങല്ലൂരിന്റെ ഐക്യദാർഢ്യം. കൊടുങ്ങല്ലൂർ KKTM കോളേജിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പ്രതിമയ്ക്ക് പരിസരത്ത് നടന്ന സമരസദസ്സിലും യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA സമരസദസ്സ് ഉദ്ഘാടനം ചെയ്തു. KKTM കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ G. ഉഷാകുമാരി അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ KR ജയത്രൻ, സാഹിത്യകാരൻ ബക്കർ മേത്തല, ചരിത്ര ഗവേഷകൻ ഡോക്ടർ C. ആദർശ്, PN പ്രോവിൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം പ്രൊഫസർ VK സുബൈദ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഹാൻസ് വിൽപ്പന നടത്തിയ അന്യസംസ്ഥാന കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ കുന്നംകുളത്ത് പിടിയിൽ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 500 പാക്കറ്റ് ഹാൻസ് പിടിച്ചെടുത്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ പ്രതാപ്, വിജയ് കുമാർ മൌര്യ, കുന്നംകുളം പോർക്കുളം കരുവാൻപടി കണ്ടംപുള്ളി വീട്ടിൽ ധനുഷ് എന്നിവരാണ് പിടിയിലായത്. ധനുഷ് കുന്നംകുളം ബൈജു തിയേറ്ററിന് സമീപത്തായി മംഗളം ഹോട്ടൽ ഉടമയാണ്. ഇവിടെ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. മറ്റ് 2 പേരും വിദ്യാർത്ഥികൾക്കിടയിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇരുവർക്കുമെതിരെ JJ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി. SHO KG സുരേഷ്, SI ഷാജഹാൻ, സീനിയർ CPO ഗോകുലൻ, CPOമാരായ സന്ദീപ്, മെൽവിൻ, വൈശാഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഹെലികോപ്റ്റർ യാത്രയോടെ തുടക്കമായ തളിക്കുളം സ്നേഹതീരത്തെ ഓണാഘോഷത്തിന് ആവേശമായ ബലൂൺ പാർക്കും. സ്നേഹതീരത്ത് ഓണാഘോഷത്തിലെത്തുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഏറെ ആകർഷകമായ ബലൂൺ പാർക്കാണ് തളിക്കുളം DMC ഒരുക്കിയത്. കാൽകൊണ്ട് തുഴഞ്ഞുള്ള ബോട്ട് യാത്ര, ട്രെയിൻ യാത്ര, ആകാശവഞ്ചി, സൈക്കിൾ, ബൈക്ക് യാത്ര ഉൾപ്പെടെ ഓണാഘോഷത്തിന് ഇത്തവണ ആകർഷകമായ വിനോദത്തിനുള്ള സംവിധാനങ്ങൾ സ്നേഹതീരത്തുണ്ട്. തളിക്കുളം DMC ചെയർപേഴ്സണായ ഗീതാ ഗോപി MLA 1 വർഷം നീളുന്ന ബലൂൺ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിനെ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, വടാനപ്പള്ളി SI അനിൽ മേപ്പുള്ളി, EPK സുഭാഷിതൻ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴയിൽ മദ്യപിക്കുന്നതിനിടെ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കാനിടയായ സ്ഥലത്ത് എക്സൈസ് പരിശോധന നടത്തി. ഇവർ കഴിച്ച മദ്യത്തിന്റെ സാമ്പിൾ എക്സൈസ് പരിശോധനയ്ക്കായി ശേഖരിച്ചു. മദ്യം വാങ്ങിയ ബിവറേജ് ഔട്ട്ലെറ്റിന്റെ ബില്ലും എക്സൈസ് ശേഖരിച്ചു. ആറാട്ടുപുഴ സ്വദേശിയായ വലിയ കോളനിയിൽ സുകുമാരനാണ് സംഘം ചേർന്ന് മദ്യപിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഇയാളുടെ ഒപ്പം മദ്യപിച്ച 4 പേരെയും ആംബുലൻസിൽ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളായിരുന്നു സുകുമാരൻ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തിരുവോണനാളിൽ ഇതര മതസ്ഥന്റെ വഴിപാടായി വെണ്ണക്കണ്ണന്റെ പൂക്കളം തീർത്തു. ഗുരുവായൂർ സ്വദേശി പുലിക്കോട്ടിൽ രിജുവിന്റെ വഴിപാടായാണ് 16 അടിയോളം വലുപ്പമുള്ള പൂക്കളം തീർത്തത്. പീലിത്തിരുമുടിയും അരയിൽ ഓടക്കുഴലും തിരികെ ഉറിയിലേക്ക് കൈ എത്തിക്കുന്ന രംഗം പൂക്കളാൽ വർണ്ണാഭമാക്കിയിരുന്നു. കലാകാരന്മാരായ രമേശ് ബാലമണി, കിഷോർ ഗുരുവായൂർ, പ്രമോദ് കോന്നേടത്ത്, അജീഷ് കൃഷ്ണ, KS പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ 10ഓളം പേർ 6 മണിക്കൂർ സമയമെടുത്താണ് കളം പൂർത്തീകരിച്ചത്. വിവിധ ഇനത്തിൽപ്പെട്ട 60 കിലോ പൂക്കളാണ് കളം ഒരുക്കാൻ വേണ്ടിവന്നത്. അടച്ചുപൂട്ടിയ ഗുരുവായൂരിലെ ജയശ്രീ തിയേറ്റർ ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക, ബോണസും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി കുടുംബങ്ങൾ തിയേറ്റർ ഉടമയുടെ വീട്ടുപടിക്കൽ തിരുവോണനാളിൽ പട്ടിണി സമരം നടത്തി. CITU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി സമരം ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ, CPI ലോക്കൽ സെക്രട്ടറി MC സുനിൽകുമാർ, KM അലി എന്നിവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മദ്ലകം ഏരിയ കമ്മിറ്റി പ്രളയബാധിതർക്കുള്ള ഫണ്ട് കൈമാറി. 14,45,000 രൂപയാണ് കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ പീപ്പിൾസ് ഫൗണ്ടേഷന് കൈമാറിയത്. പുന്നയ്ക്ക് ബസാറിൽ നടന്ന ചടങ്ങിൽ TN പ്രതാപൻ MP ഫണ്ട് കൈമാറി. പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രതിനിധി KK ബഷീർ ആലുവ ഫണ്ട് ഏറ്റുവാങ്ങി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് മുനീർ വരന്തരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പുനരധിവാസ നിധിയിലേക്ക് സാമ്പത്തിക കുടുക്കുകൾ നൽകിയ വിദ്യാർത്ഥികൾക്കും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഹൈറുനീസ അഷ്റഫിനും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. തണൽ പാലിയേറ്റീവ് കെയറിൽ സൗജന്യ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ തിലകരാജൻ പെരിഞ്ഞനത്തുള്ള ഉപഹാരം TN പ്രതാപൻ MP കൈമാറി. മണത്തല മാടേക്കടവ് പള്ളിത്താഴം റോഡരികിലെ കാനയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടേക്കടവ് കണ്ണച്ചൻ പുരയ്ക്കൽ 52 വയസ്സുള്ള ഗണേശനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. വെള്ളം നിറഞ്ഞ കാനയിൽ തലകുത്തി കിടക്കുന്ന നിലയിലായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചാവക്കാട് ടോട്ടൽ കെയർ പ്രവർത്തകർ മൃതദേഹം ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചു.
തിരുവോണ ദിനത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വയനാട് പള്ളിവയലിലെ ദുരിതബാധിതർക്കുള്ള 2 ടൺ ഭക്ഷ്യവസ്തുക്കളുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറപ്പെട്ടത്. തൃപ്രയാറിൽ നിന്നാരംഭിച്ച യാത്ര DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നാട്ടിക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ നാട്ടിക, പ്രവീൺ, രവീന്ദ്രൻ, കിരൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഗാദി റോഡിൽ പാറപ്പുറം പ്രദേശത്ത് തൈക്കാടൻ അന്തോണി വിൻസെന്റിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത്. വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള കിണറിൽ മണ്ണിടിച്ചിൽ തുടരുന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കൊളങ്ങാട്ടുകര സെന്റ് മേരീസ് ഇടവക ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യഭവനത്തിന്റെ ശിലാസ്ഥാപനം ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് നിർവഹിച്ചു. ട്രസ്റ്റിമാരായ NL ആന്റണി, പിയൂസ് എടക്കളത്തു, അനൂപ് ദേവസി, ഡെന്നി ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി. ആളൂർ യുവ ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആളൂർ കനാൽ പാലം പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികൾ തേശ്ശേരി നാരായൺകുട്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് അഷ്ബിൻ കൃഷ്ണ, വൈഷ്ണവ്, സൗരവ്, ലയ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. പടിയൂർ സ്വദേശി കൊങ്ങണി വീട്ടിൽ 20 വയസ്സുള്ള ജിത്തുമോനെയാണ് കാണാതായത്. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. 8 പേരടങ്ങുന്ന സംഘമാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കടൽ കാണാനെത്തിയത്. ഇതിൽ 2 പേർ കുളിക്കാനിറങ്ങുകയും തിരയിൽപ്പെട്ട ജിത്തുമോനെ കാണാതാവുകയുമായിരുന്നു. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സ്നേഹം നിറഞ്ഞ പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റ് 16 വർഷമായി നടത്തിവരുന്ന തിരുവോണ സദ്യ നടന്നു. തൃശൂർ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജീജൻ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി വൈസ് പ്രസിഡന്റ് EV സന്ദീപ് അധ്യക്ഷത വഹിച്ചു. വിശ്വസേവാ വിഭാഗ് വൈസ് പ്രസിഡന്റ് മോഹനൻ ചിന്മയ, രാഷ്ട്രീയ സ്വയം സേവാ സംഘം വിഭാഗ് സേവാ പ്രമുഖ് KS ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. 2500 പരം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ നൽകി. വരന്തരപ്പള്ളി കുന്നത്തുപാടം വേപ്പൂർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുന്നത്തുപാടത്ത് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മാവേലിയായും മലയാളി മങ്കകളായും കുട്ടികൾ വേഷമിട്ട് ഘോഷയാത്രയിൽ പങ്കാളികളായി. തുടർന്ന് നടന്ന പൊതുയോഗം വരന്തരപ്പള്ളി വിമലഹൃദയനാഥ പള്ളി വികാരി ഫാദർ ബേബി ഷെപ്പേഡ് ഉദ്ഘാടനം ചെയ്തു. വേപ്പൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം മേൽശാന്തി ജയൻ സമ്മാനദാനം നിർവഹിച്ചു. സാംസ്കാരിക വേദി ഭാരവാഹികളായ ഷാജു തയ്യാലക്കൽ, CP ഷാജു, CR സുകുമാരൻ, ഫ്രാൻസിസ് പെരുമ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന NCC ക്യാമ്പിലെ ഓണക്കളികൾ ആകർഷകമായി. വടംവലി, ഉറിയടി, ചാക്ക് ചാട്ടം, സ്പൂൺ റേസ്, പൂക്കള മത്സരം എന്നിവ നടന്നു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലുള്ള മലയാളി കൂട്ടായ്മയായ കലാകേരളവും കനകമല ചങ്ങാതിക്കൂട്ടവും സംയുക്തമായി വെട്ടിക്കുഴിയിലെ സ്മൈൽസ് വില്ലേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫാദർ ആന്റണി പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോമോൻ കാരേക്കാട്ട് കിഴക്കേൽ ഓണസന്ദേശം നൽകി. ഫാദർ ലിബിൻ പുളിക്കത്തോട്ടിൽ, സാമൂഹ്യ പ്രവർത്തകരായ ഷോജൻ D വിധേയത്തിൽ, സിജോയ് പാറക്കൽ എന്നിവർ സംസാരിച്ചു. അവസാനമായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവോണ ദിനത്തിൽ കണ്ണീർ വാർത്ത ചൂണ്ടൽ നിവാസികൾ. കാണിപ്പയ്യൂരിൽ KSRTC ബസ്സിടിച്ച് ചൂണ്ടൽ സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു.
ആമ്പലൂർ കള്ളായി റോഡ് പുനർനിർമ്മാണം വൈകിപ്പിക്കുന്നത് ടോൾ കമ്പനിയെ സഹായിക്കാനെന്ന ആരോപണം. മന്ത്രി സി രവീന്ദ്രനാഥിന്റെ കോലം കത്തിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മഴക്കെടുതികളുടെ ആകുലതകൾ മറികടന്ന് മലയാളക്കര തിരുവോണം ആഘോഷിച്ചു. കണ്ണനൊപ്പം ഓണം ഉണ്ണാൻ ഗുരു പവനപുരിയിലെത്തിയത് ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.